നമസ്കാരം. രാജ്യത്ത് ട്രായയുടെ പുതിയ ട്രേസബിലിറ്റി മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനാൽ ഡിസംബർ 1-ന് ശേഷം OTP സേവനങ്ങൾ നേരിടുന്നതിൽ കാലതാമസം നേരിട്ടേക്കാമെന്ന ആശങ്ക നിലനിന്നിരുന്നു. ടെലികോം സേവനദാതാക്കൾ അടക്കം ഇക്കാര്യത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഡിസംബർ മുതൽ OTP വൈകുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി ട്രായയുടെ വിശദീകരണം എത്തിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് പ്രചരിച്ച വാർത്തകൾ വാസ്തവ വിരുദ്ധമാണ് എന്നാണ് ട്രായ് ട്വിറ്ററിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത്. ഡിസംബർ 1 മുതൽ ട്രായയുടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനാൽ OTP വൈകിയേക്കാം എന്ന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് ട്രായ് ഇത് സംബന്ധിച്ച വാർത്തകളെ തള്ളിക്കളഞ്ഞത്. ട്രായയുടെ മെസ്സേജ് ട്രേസബിലിറ്റി കർശനമാക്കിയാൽ ടെലികോം നെറ്റ്വർക്കുകളിലുടനീളമുള്ള വരിക്കാർക്കും ബാങ്കിംഗ് സേവനങ്ങൾക്കും ഓൺലൈൻ പർച്ചേസിനും OTP അധിഷ്ഠിതമായ മറ്റ് ഇടപാടുകൾക്കും തടസ്സങ്ങളും കാലതാമസവും നേരിടേണ്ടി വരുമെന്നായിരുന്നു മാധ്യമ റിപ്പോർട്ട്. സ്പാം മെസ്സേജുകളും കോളുകളും തടയാൻ കർശന നടപടികൾ അടുത്ത കാലത്തായി ട്രായ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് മെസ്സേജ് ട്രേസബിലിറ്റി നിർബന്ധമാക്കിയതും. ഇത് പ്രകാരം എല്ലാ മെസ്സേജുകളും ആർക്ക് അയക്കുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. മെസ്സേജ് അയക്കുന്നയാളുടെ ഡീറ്റെയിൽസുമായി പൊരുത്തപ്പെടാത്തതോ വ്യക്തമായ വ്യക്തിത്വമില്ലാത്തതോ ആയ മെസ്സേജുകൾ ബ്ലോക്ക് ചെയ്യപ്പെടും. നേരത്തെ 2024 നവംബർ 1 മുതൽ ട്രായയുടെ ഈ നിബന്ധന പ്രാബല്യത്തിൽ വന്നിരുന്നു. എന്നാൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ ഉയർന്നപ്പോൾ ആക്ഷേപങ്ങൾ പരിഹരിക്കാൻ പ്രിൻസിപ്പൽ എന്റിറ്റികൾക്കും ടെലിമാർക്കറ്റുകൾക്കും സാങ്കേതിക അപ്ഗ്രേഡുകൾക്കായി നവംബർ 30 വരെ സമയം നീട്ടി നൽകുകയായിരുന്നു. ട്രായ് അനുവദിച്ച ഈ കാലാവധി അവസാനിക്കാറായതോടെയാണ് OTPകൾ വൈകുമെന്ന തരത്തിൽ വാർത്തകൾ വന്നത്. എന്നാൽ ആക്സസ് പ്രൊവൈഡർമാർ ഇതിനകം തന്നെ ട്രായ് നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആവശ്യമായ പരിഹാരങ്ങൾ നടപ്പിലാക്കിയതായി ഒരു PTI റിപ്പോർട്ട് പറയുന്നുണ്ട്. എങ്കിലും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കുറച്ചു സമയം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അവശ്യ സേവനങ്ങളെ തടസ്സപ്പെടുത്താതെ സ്പാം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ട്രായ് ആവർത്തിച്ചു വ്യക്തമാക്കുന്നു എന്നതാണ്. പുതിയ നിർദ്ദേശങ്ങൾ മൂലം OTP വൈകില്ല എന്ന് ട്രായ് ഉറപ്പു നൽകുന്നുണ്ട്. അതിനാൽ ടെലികോം ഉപയോക്താക്കൾ ഇക്കാര്യത്തിൽ ഇനി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വ്യാജ SMS-കളും കോളുകളും മൂലം നിരവധി ടെലികോം ഉപയോക്താക്കൾ തട്ടിപ്പിന് ഇരകളാകുന്നുണ്ട്. ഇതിനെതിരെയാണ് പോരാട്ടത്തിന്റെ ഭാഗമായി പുതിയ ഒരുപാട് നടപടികൾ ട്രായ് കൊണ്ടുവന്നത്. സ്പാം കോളുകൾ ഫിൽട്ടർ ചെയ്യാൻ ടെലികോം കമ്പനികൾ സംവിധാനം ഒരുക്കണമെന്ന് ട്രായ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എയർടെലും BSNL-ഉം സ്പാം കോളുകൾ കണ്ടെത്താൻ AI അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സേവനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ടെലികോം ഉപയോക്താക്കളെ ബാധിക്കുന്ന മറ്റൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ടെലികോം ഉപയോക്താക്കളുടെ ഡാറ്റ പരിശോധിക്കാൻ സർക്കാരിന് അവകാശം നൽകുന്ന വിധത്തിലുള്ള പുതിയ സൈബർ സുരക്ഷാ നിയമങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ സംശയമുള്ള കോളുകളും മെസ്സേജുകളും അടക്കം പരിശോധിക്കാൻ ഇത് കേന്ദ്ര സർക്കാരിന് അധികാരം നൽകും.